എത്ര വട്ടോ അമ്മയെ കൊലപ്പെടുത്താൻ നോക്കിയത്. ഇനിയും ചിലപ്പോ അതുപോലുള്ള ആക്രമണങ്ങൾ നടന്നെന്ന് വരും. അത് തടയണം. അമ്മയെ സുരക്ഷിതമാക്കണം. അതുപോലെ തന്നെ ആരാ ഇതിന് പിന്നിലെന്ന് അറിയാൻ വേണം. അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന ആരാണെന്ന് അയാളെ നേരിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ? ശേഖരമേനോ. അയാൾ തന്നെയാ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അല്ലാതെ അയാൾക്ക് പിന്നിൽ മറ്റാരുമില്ല. ആദ്യം അയാള് എന്റെ അമ്മയെ എനിക്കില്ലാതെയാക്കി. പെറ്റമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനുള്ള എന്റെ ഭാഗ്യത്തെ അയാൾ എന്നേക്കുമായി കെടുത്തിക്കളഞ്ഞു. പിന്നെ എന്നെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചത് എന്റെ പ്രഭാവതി അമ്മയാ. ഇപ്പൊ അയാൾക്ക് ആ അമ്മയും കൊല്ലണം. എന്തിനാ അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് ഇത്രയേറെ ശത്രുത? എന്തിനാ അയാൾ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? അവനെ, ആ ശേഖരമേനോനെ അന്ന് തലനാരിഴയ്ക്കാ കൈവിട്ടു പോയത്. ഇല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ അവനെ തീർത്തേനെ. വിശാൽ സർ, അയാള് ഇല്ല, അയാള് രക്ഷപ്പെട്ടു എന്ന് ആരും കരുതണ്ട. അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാളെ എവിടെ മറിഞ്ഞിരുന്നാലും അയാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി അയാൾ എന്റെ കയ്യിൽ വന്ന് പെട്ട അന്ന് അയാളുടെ അവസാനമായിരിക്കും. കൊല്ലും ഞാൻ അയാളെ. ഇഞ്ചിഞ്ചായിട്ട് കൊന്നൊടുക്കിയിരിക്കും. സർ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? ആ ശേഖരമേനോൻ മാത്രമായിരിക്കോ പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? പിന്നെ വേറെ ആർക്കാ അമ്മയോട് വൈരാഗ്യം? ആരാ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ശേഖരമേനോനെ കൂടാതെ മറ്റൊരാൾ കൂടി പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ? അതാ ഞാൻ ചോദിക്കുന്നത്. പാർവതി ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? ശേഖരമേനോനെ കൂടാതെ താൻ ആരെയാ സംശയിക്കുന്നത്? സർ, എനിക്ക് സംശയം പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവിനെയാ. അവര് തമ്മിൽ വേർപിരിഞ്ഞത് പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ആ പൊരുത്തക്കേടുകള് ഇപ്പൊ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവിൽ കടുത്ത ശത്രുത ഉണ്ടാക്കില്ലേ? മാത്രമല്ല, പ്രഭാവതി അമ്മയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും അയാളെ വാശി പിടിപ്പിച്ചിട്ടുണ്ടാവണം. അത് വലിയൊരു പകയായി മാറിയിട്ടും ഉണ്ടാവാം. ആ പക വീട്ടാനാണ് അയാള് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിലോ? പാർവതി, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംശയിക്കുന്നത്? അതെന്താ സർ, ഞാൻ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? പാർവതി, അമ്മയുടെ എക്സ് ഹസ്ബൻഡ് ഇപ്പൊ ജീവനോടെ ഇല്ല, മരിച്ചുപോയെന്ന് അമ്മ പറഞ്ഞത്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് അമ്മയോട് അയാളെ പറ്റി ഒന്ന് ചോദിച്ചാലോ? എന്തിന്? അതൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാവും. വെറുതെ എന്തിനാ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? സർ, അത് അയാളെക്കുറിച്ച് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടിയ അത് ചിലപ്പോ എന്റെയും സാറിന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ആയാലോ? എനിക്കതിൽ തീരെ പ്രതീക്ഷയില്ല പാർവതി. വിശാൽ സർ, അത് അതറിയാതെ തനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ? ശരി, താൻ സമാധാനം നശിപ്പിക്കണ്ട. നമുക്ക് പോയി അമ്മയോട് ചോദിക്കാം. പിന്നെ എനിക്കതിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, തനിക്ക് വേണ്ടി മാത്രം. താൻ വാ. ചേച്ചി, ഏത് നിമിഷവും ഒരു അപകടം നേരിടേണ്ടി വരുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനത് കൈകാര്യം ചെയ്തോളാം. പിന്നെ നീയായിട്ട് ഒരബദ്ധവും കാണിക്കരുത്. എല്ലാം എന്നോട് കൂടി ചോദിച്ചിട്ടേ ചെയ്യാവൂ. ചേച്ചി, അമ്മേ, എന്താ മോനെ? എനിക്കൊരു സംശയം. എന്താ നിന്റെ സംശയം? ചോദിക്ക്. അമ്മയുടെ ആദ്യ വിവാഹം ശേഖരമേനോന്റെ കൂടെയായിരുന്നു.
ആ ബന്ധത്തിൽ നിന്നുണ്ടായ ശത്രുത കൊണ്ടാണോ അയാള് അമ്മയെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മേ, എന്താ അമ്മേ അമ്മ ഒന്നും മിണ്ടാത്തത്? എടാ, അന്ന് എന്നോടും പിള്ളേരോടും ഒപ്പമുള്ള അയാളുടെ ഫോട്ടോ കണ്ടത് മുതൽ തുടങ്ങിയതാണല്ലോ നിനക്ക് ഓരോരോ സംശയം. അയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. ഇത് ആക്ച്വലി എന്റെ സംശയമല്ല, പിന്നെ പാർവതിയുടേതാ. അവളുടെ ആ സംശയം അമ്മ തന്നെ ദൂരീകരിക്കുന്നില്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചത്. അതമ്മയെ വിഷമിപ്പിച്ചെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. പാർവതി, പാർവതി എന്തിനാ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിക്കുന്നത്? എവിടെ നിന്നാ പാർവതിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നേ? പാർവതി, എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അയാൾ മരിച്ച ശേഷം പിന്നെയും ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് വിശാലിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവുമായുള്ള എന്റെ ജീവിതം ശരിക്കും നരകതുല്യമായിരുന്നു. അതൊന്നും എന്റെ ജീവിതത്തില് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. അമ്മേ, എനിക്കോ പാർവതിക്കോ ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സംശയം ഉണ്ടായതും അമ്മയോട് നേരിട്ട് വന്ന് ചോദിച്ചത്. അമ്മേ, ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നാ. അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആളിന് പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അറിഞ്ഞപ്പോ വൈരാഗ്യം തോന്നി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പാർവതി, നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിചാരണ? എന്റെ ആദ്യ ഭർത്താവിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയുമില്ലായിരുന്നു. എന്നും കണ്ണീര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അയാൾ എന്നെ തല്ലുമായിരുന്നു. അയാളുടെ തല്ലും തൊഴിയും ഏൽക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കെന്റെ മക്കളുടെ മുഖം ഓർമ്മ വരുന്നത്. ഞാൻ മരിച്ചുപോയാ എന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു. ഒടുവില് എന്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചു. ഇവള് നല്ല നടിയാണല്ലോ. എന്റെ മക്കൾ അവരെന്റെ ജീവന. അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഇവിടെ വന്നപ്പോ എനിക്കൊരു മകനെ കൂടി കിട്ടി. അമ്മയില്ലാതെ വിഷമിക്കുന്ന ഇവനായിരുന്നു പിന്നെ എനിക്കെല്ലാം.
എന്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കണക്ക് പറയുന്നതല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. അമ്മേ, സോറി അമ്മേ. അമ്മ കരയാതിരിക്കുക. ചേച്ചി കരയല്ലേ ചേച്ചി? പാർവതി, എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ദാ. ഇതെന്തിനാ സംഭവിച്ച? നോക്കട്ടെ. മരിച്ചുപോയെങ്കിലും ഇത് വിപിന്റെ അച്ഛനല്ലേ? അച്ഛന് വേണ്ടി വിപിനോ എന്റെ ഭർത്താവോ അമ്മയോ ഒന്നും ആണ്ടുബലിയോ മറ്റു കർമ്മങ്ങളോ ഒന്നും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഗാർഗി? അതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയല്ലേ ചെയ്യേണ്ടത്? ഇതുപോലുള്ള ദുഷ്ടന്മാർക്ക് വേണ്ടി എന്തിനാ അത് ചെയ്യുന്നത്? ആ, ഇപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ തീർന്നു എന്നാ ഞാൻ കരുതുന്നത്. സോറി അമ്മേ. അമ്മയെ വിഷമിപ്പിച്ചതിന് എനിക്ക് സങ്കടമുണ്ട്. ഐ എം റിയലി സോറി. ഇനി നിനക്ക് വല്ലതും അറിയാനുണ്ടോ? ഏയ് ഇല്ല. എന്നാ ചെല്ല്. ചേച്ചി ഇതെങ്ങനെ ഒപ്പിച്ചു? പ്രതാപ, ഫോട്ടോഷോപ്പ്. ശേഖരമേനോന്റെ മുഖത്തിന് പകരം ചത്തുപോയ വേറൊരുത്തന്റെ മുഖം ഇവിടെ പേസ്റ്റ് ചെയ്തു. സംഗതി ക്ലീൻ. ഇപ്പൊ ഇയാളാണ് എന്റെ ആദ്യ ഭർത്താവ്. ഏതായാലും ഈ ചത്തുപോയവൻ ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇയാള് എന്റെ ആദ്യ ഭർത്താവായി തന്നെ ഇരുന്നോട്ടെ. ചേച്ചി, ശേഖരമേനോനാണോ ചേച്ചിയുടെ ആദ്യ ഭർത്താവെന്ന് പാർവതി ചോദിച്ചില്ലേ? ആ ശേഖരമേനോനാണോ ചേച്ചിയെ കൊല്ലാൻ ഇവിടെ വന്നതെന്ന് അവള് സംശയിച്ചില്ലേ? അതൊന്നും അവളുടെ വെറും സംശയമല്ല. അവൾക്ക് എന്തൊക്കെയോ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. അവൾ ആ നെഗറ്റീവിൽ നിന്നും ശേഖരമേനോനും ഞാനും വിവാഹിതരായി നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടാവോ? കണ്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, ശേഖരമേനോനെ കുറിച്ച് അവൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവിടെ വന്ന് ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് ശേഖരമേനോനാണെന്നും അവൾക്ക് വ്യക്തമായിട്ടുണ്ട്. പ്രതാപ, അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടമാണ്. അപകടമാണ്. ശേഖരമേനോനെ അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചേച്ചിയെക്കുറിച്ചും എന്നെക്കുറിച്ചും വ്യക്തമായി പാർവതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഗായത്രി ദേവിയുടെ കൊലപാതകവും അതിൽ ശേഖരമേനോനെ പ്രതിയേർത്ത് ജയിലിലിട്ടതും എല്ലാം ശേഖരമേനോൻ പാർവതിയോട് വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ നടത്തുന്ന നാടകങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ്
അയാൾ നമ്മളെ ക്രോസ് വിസ്താരം ചെയ്യാൻ വന്നത്. ഉം. അങ്ങനെ വേണം കരുതാനായിട്ട്. ശേഖരമേനോനെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ പ്രതാപ. ശേഖരനെ കണ്ടെത്താൻ വേണ്ടി നീ ആരെയൊക്കെയോ നിയോഗിച്ചല്ലോ. എന്നിട്ട് എന്തായി? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? അവരന്വേഷിക്കുന്നുണ്ട് ചേച്ചി. അവരെന്തന്വേഷിക്കുന്നു? മാസങ്ങളായി അവരുടെ അന്വേഷണം തുടങ്ങിയിട്ട് അവരെ ഒന്നും കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നാ എനിക്ക് തോന്നുന്നത് പ്രതാപ. എനിക്ക് അവരിലുള്ള വിശ്വാസം കുറഞ്ഞു ചേച്ചി. ഇങ്ങനെ നമ്മളെ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിലേ ശേഖര മേനോനെ കണ്ടെത്താൻ നമ്മൾ വേറെ ആൾക്കാരെ നോക്കണം. നമുക്കത് അന്വേഷിക്കാം ചേച്ചി. ആലോചിക്കാൻ ഇനി സമയമില്ല. ഉടനെ ശേഖര മേനോനെ കണ്ടെത്തിയേ മതിയാവൂ. അയാളും പാർവതിയും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ അയാൾ പാർവതിയിലൂടെ ശ്രമിക്കും. പാർവതിക്ക് അയാളെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പാർവതി അയാൾക്കൊപ്പം നിൽക്കും. അയാളുടെ നിരപരാധിത്വം അവള് സമർത്ഥമായി വിശാലിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ശേഖരമേനോനല്ല ഗായത്രിയെ കൊന്നതെന്നും അവളുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതികൾ നമ്മളാണെന്നും വിശാലിന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ കൊല്ലാനൊരുങ്ങുന്നത് എന്നെയും നിന്നെയും ആയിരിക്കും. ശരിയാണ്. ഗായത്രി ദേവിയുടെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞാല് അവൻ നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പാണ്. അതിനു മുൻപ് ശേഖരമേനോനെ നമുക്ക് പിടികൂടണം. അയാളെ ഇനി ജീവനോടെ വെച്ചിരിക്കാൻ പാടില്ല. അയാളെ കൊല്ലണം. എത്രയും പെട്ടെന്ന് അയാളെ കൊന്നേ തീരൂ. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നേ? ഞാൻ കണ്ട നെഗറ്റീവിന്റെ ഫോട്ടോ അല്ലല്ലോ അമ്മ ഇപ്പൊ കാണിച്ചത്. ഈ ഫോട്ടോ ഇപ്പൊ എവിടെ നിന്ന് വന്നു? ആ ഫോട്ടോയെ കാണുന്നത് ആരൊക്കെയാ? പ്രഭാവതി അമ്മ പറഞ്ഞത് മുഴുവൻ കള്ളമാണല്ലോ. എന്തിനാ അമ്മ സത്യം മറച്ചു വെക്കുന്നത്? പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതെന്താ അവര് തുറന്നു പറയാത്തത്? അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നാ വിശാൽ സാർ കരുതിയിരിക്കുന്നത്. അതൊന്നും സത്യമല്ലെന്ന് വിശാൽ സാറിനെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? ഇനിയും അമ്മയെ സംശയിച്ച് വിശാൽ സാറിനോട് സംസാരിച്ച വിശാൽ സാറിന് ദേഷ്യം വരും. എന്ത് ചെയ്യും? പാർവതി, വിശാൽ സാർ, സാറിന് ഞാൻ കാരണം വിഷമായില്ലേ? എനിക്ക് പ്രയാസമൊന്നുമില്ല പാർവതി. ഞാൻ അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ച് അമ്മയെ വിഷമിപ്പിച്ചു. ഓരോരോ അനാവശ്യ ചിന്തകള് നിനക്ക് എങ്ങനെ വരുന്നു പാർവതി? സാർ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിച്ചതും. ഇപ്പോ തനിക്ക് വ്യക്തത കിട്ടിയല്ലോ. ഏതായാലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖരമേനോനെന്ന് ബോധ്യപ്പെട്ടല്ലോ. ശേഖരമേനോൻ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ ആദ്യ ഭർത്താവായിരിക്കുമെന്ന് ചിന്തിച്ചത് തന്നെ അബദ്ധമാണ്. അമ്മ പറഞ്ഞതനുസരിച്ചായാലും അമ്മയുടെ ആദ്യ ഭർത്താവ് അത്ര നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ലല്ലോ. അമ്മ ഒരുപാട് ഉപദ്രവിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ആൾ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അത് ക്രിമിനലായ ശേഖരമേനോനായിരിക്കും അമ്മയുടെ ആദ്യ ഭർത്താവെന്ന് ചിന്തിച്ചതിൽ അബദ്ധം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും അമ്മ ഇവിടുത്തെ അച്ഛനുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു. പാർവതി, നീ അതിര് വിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. വിശാൽ സാർ, എന്റെ സംശയങ്ങൾ ഞാൻ വിശാൽ സാറിനോടല്ലാതെ വേറെ ആരോടാ പറയണ്ടേ? ഇപ്പൊ എന്ത് വേണമെന്നാ നീ പറയുന്നത്? വീണ്ടും അമ്മയോട് ഇതേപ്പറ്റി സംസാരിക്കണോ? സർ, എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സർ. പാർവതി, ഇനിയും അമ്മയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. വീണ്ടും അതേപ്പറ്റി ചോദിക്കാൻ ചെന്ന അമ്മയ്ക്ക് അത് വീണ്ടും വിഷമാവും. എന്തിനാ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിച്ച് അമ്മയെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? പിന്നെ നിനക്ക് ഇതേപ്പറ്റി അറിയേണ്ടത് എന്താണെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ വിഷമിപ്പിക്കാതെ ബുദ്ധിപരമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കാം. സർ, അത് നമുക്കേ ഈ വിഷയം ഇവിടെ തീർക്കാൻ പാർവതി.